ഞാനേ ഒരു ബജ്ജിക്കടയുടെ അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുക. ഇത് കണ്ടോ, മുളക് ബജ്ജി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. അത് ഏതാണ്ട് എടുക്കാറായെന്ന് തോന്നുന്നു അല്ലേ. ഇപ്പം തന്നെ അവർ എടുക്കുമായിരിക്കും. രണ്ടും ഉണ്ട് ഇതിനകത്ത്, മുളകും മുട്ടയും. ഓ, ഇതിൻ്റെ അകത്ത് മുളകും ഉണ്ട് മുട്ടയുണ്ട്, രണ്ട് ബജ്ജി ഒന്നിച്ചാ. ആ, അടുത്ത സംഭവം ഇടുന്ന കണ്ടോ, അതങ്ങ് കോരി എടുത്തേ. ഇത് പക്ഷേ ബജ്ജിയല്ല, ഇത് ഉള്ളിവടയാണ് കേട്ടോ. ഉള്ളിവടയാണ് ഈ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഇപ്പം ഇതിനു മുമ്പ് ഒരു ഉണ്ടാക്കിയില്ലേ മുളക് ബജ്ജി. ഈ മുളക് ബജ്ജിയെക്കാട്ടിലും കൂടുതൽ സമയം എടുക്കുമെന്ന് ഈ ഉള്ളിവട റെഡിയായി വരാനായിട്ട്. അതുപോലെ തന്നെയാണ് ബോണ്ടായിക്കും. ഇതിന് രണ്ടിനുമാണെന്ന് കൂടുതൽ സമയം വേണ്ടിയത്. ഉഴുന്നുവടയും പരിപ്പുവടയൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എല്ലാം ആദ്യമേ തന്നെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. എന്നാ കൊരാറായോ ആയി വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ. ഒരു ഉള്ളിവട കഴിച്ചിട്ട് പോകാൻ വേണ്ടി ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനത്തെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട് കണ്ടോ. അവൻ റെഡിയായി. ഇനി അടുത്തത് തന്നെ ഇടുന്നതെന്ന് നമുക്ക് നോക്കാം. അടുത്തത് വേണ്ട എണ്ണയ്ക്കകത്തോട്ട് ഇങ്ങനെ എടുത്തിടുന്നുണ്ട്. പക്ഷേ അത് വടയല്ല എന്ന് എനിക്ക് തോന്നുന്നു, മറ്റെന്തോ ആണ്. നമുക്ക് ചോദിച്ച് നോക്കാം. സ്റ്റൗ കത്തുന്ന ഒച്ച കേട്ടോ. അതുപോലെ തന്നെ ഈ റോഡിൽ കൂടി ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെയോട്ട് കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ വാഹനം കടന്നു പോകുന്നതിൻ്റെ ഒച്ച കേൾക്കുന്നത്. അതുകൊണ്ട് 1 2 ഒരു കയ്യിൽ ഇങ്ങനെ മാവ് എടുത്തു കഴിഞ്ഞാൽ 2 പ്രാവശ്യമാണ് എടുത്ത് ഇടുന്നത്. എനിക്ക് തോന്നുന്നു അത് ബോണ്ടയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് ഇത്. ഇപ്പോൾ തന്നെ ബോണ്ടയാണത്. ബോണ്ട. അപ്പോൾ ഉള്ളിവട കഴിഞ്ഞു, അടുത്ത ബോണ്ട.